ഹൃദയ യു എസിൽ വീണ്ടും റെയ്ഡുകൾ തുടങ്ങിയിരിക്കുകയാണ്. കുടിയേറ്റ വിരുദ്ധ റെയ്ഡുകൾ തുടങ്ങിയിരിക്കുകയാണ്. ട്രംപ് അഡ്മിനിസ്ട്രേഷൻ വന്ന സമയത്ത് തുടക്കത്തിലെ നടന്നിരുന്ന വലിയ റെയ്ഡുകൾ നമുക്ക് ഓർമ്മയുണ്ട്. വളരെ അക്രമാസക്തമായിരുന്ന റെയ്ഡുകൾ. അന്നത് വലിയ വാർത്തകളായിരുന്നു. ഇപ്പോഴും അത് വാർത്തകളാണെങ്കിൽ പോലും ഇതൊരു തുടർ പരിപാടികളായി മാറിയോടെ ഒരു സാധാരണത്വം അതിന് വന്നിരിക്കുന്നു. എല്ലാവരും ഇതിനോട് യൂസ്ഡായ പോലെ വന്നിരിക്കുന്നു. പക്ഷേ വളരെ അക്രമത്തോട് കൂടിയിട്ടാണ് ആക്രമണങ്ങൾ നടത്തിയിട്ടാണ് ഇവർ ഈ റെയ്ഡുകൾ നടത്തുന്നത്. ധാരാളം പേരെങ്ങനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി. ഏതാണ്ട് 430 പേരെ അറസ്റ്റ് ചെയ്തെന്നാണ് ഏറ്റവും ഒടുവിലത്തെ റിപ്പോർട്ടുകൾ പറയുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ലാറ്റിനോസാണ്, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. അവരാണ് അതിർത്തി കടന്നു വന്ന് അവിടുത്തെ കൃഷിയിടങ്ങളിൽ പണിയെടുക്കുന്നവർ, വളരെ സാധാരണമായ ജോലികൾ ചെയ്യുന്ന ആളുകൾ. അപ്പോൾ യു എസിൻ്റെ എക്കോണമിക്ക് സത്യത്തിൽ അത് ആവശ്യമാണ്, അവരെ ആവശ്യമാണ് അത്തരം ജോലികൾ ചെയ്യാൻ. ഇങ്ങനെ കാർഷിക വൃത്തി അതുപോലുള്ള ജോലികൾ ചെയ്യാൻ യു എസിൽ നമ്മുടെ നാട്ടിലേക്ക് ഇപ്പോൾ കുടിയേറ്റ തൊഴിലാളികൾ വരുന്ന പോലെ തന്നെയാണ്. കാരണം താരതമ്യേന ചുരുങ്ങിയ കൂലിക്ക് അവരെ കിട്ടുന്നു. ആ കൂലിക്ക് നമുക്ക് മലയാളികളെ വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സാഹചര്യം യു എസിലുണ്ട്. യു എസിൽ ഇവർ വളരെ ചുരുങ്ങിയ എമൗണ്ടിന് കിട്ടും തൊഴിലാളികളെ. അപ്പോൾ ധാരാളം ലാറ്റിനോസ് അവിടെ വരുന്നുണ്ട്. ആ ലാറ്റിനോസിന് നേരെയാണ് ഒരു വംശീയ ആക്രമണം, വംശീയ വിദ്വേഷം ആദ്യം അവർ പ്രചരിപ്പിച്ചു. അതിപ്പോൾ ഒരു വംശീയ ആക്രമണത്തിൻ്റെ സ്വഭാവത്തിലേക്ക് മാറ്റി. ഇതിപ്പോൾ നിയമപരമായിട്ട് തന്നെ അവരെ ആക്രമണം നടത്തി അവരെ അകത്താക്കുകയാണ് ചെയ്യുന്നത്. അത് വളരെ കടുത്ത ആക്രമണങ്ങളാണ്. ഇപ്പോൾ തോക്കുപയോഗിച്ചിട്ടും കാറിൻ്റെ ചില്ല് ചേർത്ത് വലിച്ചെടുക്കുക, അതിൻ്റെ ദൃശ്യങ്ങൾ പുറത്തു വരുന്നുണ്ട്. പലതും നമ്മൾ കാണുന്നില്ല, അറിയുന്നില്ല. കാരണം ഇത് നടക്കുന്നത് ഉൾപ്രദേശങ്ങളിലാണ്. കാരണം ഗ്രാമീണ മേഖലയിലാണ് ഈ കാർഷിക വൃത്തിക്കായിട്ട് ഇവർ വരുന്നത്. അപ്പോൾ പലതും നമ്മൾ അറിയുന്നില്ല. പക്ഷേ കടുത്ത ആക്രമണങ്ങളാണ് നടക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. അപ്പോൾ ഇത് കൂടുതൽ ലാറ്റിനോസിന് നേരാണെങ്കിൽ പോലും ഇന്ത്യക്കാർക്കും ഇതിൽ ഭീതിയുണ്ട്. കാരണം ഇന്ത്യക്കാരും ഇത്തരം പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ് വസ്തുത. പക്ഷേ അതിൻ്റെ അളവ് കുറവായിരിക്കാം. എങ്കിൽ പോലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വന്നിട്ടുള്ള റിപ്പോർട്ട് പറയുന്നത് 1000-ഓളം പേര് ഈ വർഷം മാത്രം അവിടുന്ന് പറഞ്ഞു വിട്ടുന്നതാണ്. അത് ഒരുപാട് ഇനി പറഞ്ഞു വിടാനും ഒരുപാട് ആൾക്കാർ. അതെ. അപ്പോൾ ഇതിൽ എന്തൊക്കെയാണ് പുതിയ അപ്ഡേറ്റ്സ്, എന്തൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? യു എസിനെ സംബന്ധിച്ച് ഇത്തരത്തിലൊരു നാടുകടത്തൽ എന്ന് പറയുന്നത് ശരിക്കും ഒരു പുതുമയല്ല. നമ്മൾ കാലങ്ങളായി കണ്ടുവരുന്നതായിരുന്നു. ആദ്യം തന്നെ ട്രംപ് അധികാരത്തിലെത്തിയപ്പോൾ അന്നും 5000-ലധികം ആളുകളെ, അതിൽ ഇന്ത്യക്കാരും ഉൾപ്പെടുന്നുണ്ട്. ഗുജറാത്ത്, ഹരിയാന പോലുള്ള സംസ്ഥാനങ്ങളിലുള്ള ആളുകളും അതിൽ ഉൾപ്പെടുന്നുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ആളുകളെ നാട് കടത്തി അതിൻ്റെ സെക്കൻഡ് ടേൺ ആയിട്ടാണ് ഇപ്പോൾ ഈ ഒരു നാടുകടത്തലും വന്നിട്ടുള്ളത്. പക്ഷെ നേരത്തെ ഇന്ത്യക്കാരായിരുന്നു ഇവർ ടാർഗറ്റ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ലാറ്റിനോസിനെയാണ് കൂടുതലായും ഇവർ ഫോക്കസ് ചെയ്യുന്നത്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ആക്രമസക്തമായിട്ടുള്ള ഒരു നാടുകടത്തൽ എന്ന് വേണം പറയാൻ. നമ്മൾ നേരത്തെ കണ്ടിരുന്നത് അവർ ജോലി ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ പോയി അവരെ റെയ്ഡ് നടത്തി, അതെ, എന്നിട്ടാണ് ആളുകളെ നാടുകടത്തി കൊണ്ടുപോകുന്നതും തടങ്കലിലാക്കുന്നതൊക്കെ. പക്ഷെ ഇതങ്ങനെയല്ല. ഇപ്പോൾ ഒരാൾ ജസ്റ്റ് എന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടി പുറത്തിറങ്ങുന്ന സമയത്ത് ഇവർ പതുങ്ങിയിരുന്ന് വന്നു അവരെ ബലമായി പിടിച്ചു കൊണ്ടുപോവുകയും ആക്രമിക്കുകയും, അതുപോലെ ഒരുപാട് ആളുകൾ അവരുടെ അനുഭവങ്ങളുണ്ട് സോഷ്യൽ മീഡിയയിൽ അവർ പങ്കുവെക്കുന്നുണ്ട്. ഇവർ ഈ ബലമായി പിടിക്കുമ്പോൾ ഇവർ നിലത്ത് വീണ് അവരെ വലിച്ചിഴച്ച് കൊണ്ടുപോകുന്നതൊക്കെ അത്രയും ഭയാനകമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ അമേരിക്ക കടന്നു പോകുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഭീതി ഉണ്ടാക്കുന്ന ഒരു സംഭവം കൂടിയാണിത്. ഇതേ കാര്യങ്ങൾ നമ്മൾ ഇന്ത്യക്കാർ കാണുമ്പോൾ നേരത്തെ കണ്ട കാര്യങ്ങളുമായിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് നേരെയും ഇതുപോലുള്ള അധിക്ഷേപങ്ങളും നമുക്ക് നേരെയും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുകയോ എന്ന പേടി ഇന്ത്യക്കാരെ സംബന്ധിച്ച് കൂടുതലായിട്ടുണ്ട്. ഇപ്പോൾ ഒരു റിപ്പോർട്ട് വന്നായിരുന്നു. അതിലും ഇത്തരത്തിലുള്ള ഒരു കാര്യം അവർ വ്യക്തമായി പറയുന്നുണ്ട്. ഇന്ത്യക്കാരിനി എന്ത് വിശ്വസിച്ച് അമേരിക്കയിൽ ജീവിക്കണം എന്നതായിരുന്നു അവർ ചോദിക്കുന്ന ഏറ്റവും വലിയൊരു ചോദ്യം. ദ സിറ്റി റിപ്പോർട്ട് നടത്തിയ ഒരു അന്വേഷണത്തിലാണ് ഈ ഒരു രഹസ്യ വിവരങ്ങൾ കൂടി വന്നിട്ടുള്ളത്. ഏറ്റവും നമ്മൾ നേരത്തെ കണ്ടതിൽ നിന്നും ഏറ്റവും നമ്മളെ പേടിപ്പെടുത്തുന്ന ഒരു രീതിയിലേക്ക് മാറി. കാരണം നിയമപ്രകാരം ഇത്തരത്തിലുള്ള ഒരു നടപടികളുമായി മുന്നോട്ട് പോകാൻ വേണ്ടി ആർക്കും അധികാരമൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ഇത്തരത്തിൽ ഏജന്റുമാർ ആളുകളെ അത്രയും എന്താ പറയുക പേടിപ്പിച്ച് ആക്രമിച്ചിട്ട് കൊണ്ടുവരുന്ന ഒരു സാധനം നമുക്ക് പോലും അത് കാണുമ്പോൾ പേടി വരുന്ന ഒരു സാഹചര്യമാണല്ലോ ഉണ്ടാകുന്നത്. ഇന്ത്യൻ വംശജർക്ക് നേരെ ഇത് വലിയ തോതിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ആ തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നില്ല. ഈ തരത്തിൽ എന്താ പറയുക, എങ്ങനെ ആക്രമണങ്ങൾ ഇത്രത്തോളം നേരിടേണ്ടി വരുന്നില്ല ലാറ്റിനോസിന് നേരിടുന്ന പോലെ. പക്ഷേ ഇന്ത്യക്കാരെയും
പറഞ്ഞു വിടുന്നുണ്ട്. പറഞ്ഞു വിടുന്ന പറഞ്ഞാൽ നമുക്ക് ചാർട്ടേഡ് വിമാനങ്ങളിൽ ഇവരെ കൈ കെട്ടിയും കാല് കെട്ടിയും കൈവലം കെട്ടും ഒക്കെ തന്നെയാണ് കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ വർഷം മാത്രം 2026 ഇതുവരെ മാത്രം ജൂൺ 6 വരെ 6-നാണ് വിദേശകാര്യ മന്ത്രാലയം ഇവരും പുറത്തുവിട്ട ഏതാണ്ട് 1076 പേരെ അവിടുന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതുപോലെ കഴിഞ്ഞ വർഷം 2025 3000 സംതിങ് ആളുകളെ ഇതുപോലെ അവിടുന്ന് പറഞ്ഞയച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇത് നേരിടുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷേ ഇത് നേരിടുന്ന കേരളീയരെക്കാൾ അധികം നോർത്തിലാണ്, ഹരിയാന, പഞ്ചാബ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതൽ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളത്ര എന്താ പറയുക, നമ്മളത്ര കൺസേൺഡ് അല്ല അതിൽ. പക്ഷേ സ്റ്റിൽ ഇന്ത്യക്കാർക്കെതിരെ ഇത്തരം വംശീയ ആക്രമണങ്ങൾ വരുമ്പോൾ അതിൻ്റെ ഒരു വളർച്ച അത് ഇവിടെ നിന്ന് നിൽക്കാതെ വളരുന്നത് നമുക്ക് ആശങ്ക തന്നെയാണ്. ഇത് ഏതൊക്കെ അളവിലേക്ക് പോകും, ഏതൊക്കെ തരത്തിൽ ഇത് നമ്മളെ ബാധിക്കുമോ എന്നുള്ള ആശങ്കയൊക്കെ സ്വാഭാവികമായിട്ട് വരുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇന്ത്യയിലെ ഗുജറാത്ത് അതുപോലുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അനധികൃതമായിട്ട് പോയ ആളുകളുടെ നേരെയാണ് പൊതുവിൽ ഇത് വരുന്നത്. പക്ഷേ വേറെ ചില റിപ്പോർട്ടുകൾ പറയുന്നത് ചെറിയ കുറ്റങ്ങൾ ചെയ്ത ആളുകളെ, ചില വിദ്യാർത്ഥികൾ അവരുടെ വാഹനം ഓടിച്ച ചില പിഴവുകളും അങ്ങനെയുള്ള പ്രശ്നങ്ങളും ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉന്നയിച്ച് അവരുടെ വിസ റദ്ദാക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. അതുപോലെ അവിടെ സമരം ചെയ്ത ആളുകൾ, ഒന്ന് ആലോചിച്ച് നോക്കണം, ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് വിദ്യാർത്ഥികളുടെ അവകാശത്തിന് വേണ്ടി സമരം ചെയ്ത ആളുകളെ പുറത്താക്കുന്ന രീതി അതൊരു സാധാരണ സംഭവമായിട്ട് മാറിക്കഴിഞ്ഞു. കാരണം സർവകലാശാലകളുടെ ഫണ്ട് തടഞ്ഞു വെച്ചിട്ടൊക്കെയാണ് ട്രംപ് ഇത് നടപ്പാക്കുന്നത്. അപ്പോൾ സർവകലാശാലകളെ സംബന്ധിച്ച്, അതും ഏറ്റവും എമിനൻ്റായ സർവകലാശാലകൾ, സാധാരണ ചെറിയ സർവകലാശാലകളല്ല, വലിയ സർവകലാശാലകൾ, അവരെ സംബന്ധിച്ച് അവരുടെ ഒരു സർവൈവൽ പ്രശ്നം ആയിട്ട് മാറിക്കഴിഞ്ഞത്. അപ്പോൾ കുടിയേറ്റ വിദ്യാർത്ഥികളെ വളരെ ശ്രദ്ധയോടെ അവർ നോക്കേണ്ടി വരികയാണ്, അവർ സംശയത്തോടെ നോക്കേണ്ടി വരികയാണ്. കാരണം അവരുടെ ഫണ്ട് നഷ്ടപ്പെടും. സ്വാഭാവികമായിട്ട് അവർ ഇത്തരം സമരപരിപാടികൾ വളരുമോ എന്ന ഭീതിയോടെയാണ് ഓരോ കുടിയേറ്റ വിദ്യാർത്ഥിയും കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ചെറിയ കേസുകൾക്കൊക്കെ അവിടെ നിന്ന് പുറത്തു പോകേണ്ടി വരുന്ന ഇന്ത്യക്കാരുടെ എണ്ണവും കൂടി വരികയാണ്. അപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഏറ്റവും പുറത്തു വന്ന കണക്ക് പ്രകാരം 1000. അപ്പോൾ ഈ ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ സ്വാഭാവികമായിട്ട് കഴിഞ്ഞ വർഷത്തെ അതേ അളവിൽ തന്നെ ആളുകൾ പുറത്താക്കപ്പെട്ടേക്കാം. ഇപ്പോൾ ആളുകൾ ശ്രദ്ധിച്ചാണ് നിൽക്കുന്നതും ജീവിക്കുന്നതൊക്കെ, എന്നിട്ട് പോലും വരുന്ന സംഖ്യയാണ് ഈ 1000 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് വലിയൊരു പ്രശ്നമായിട്ട് തന്നെയാണ് ഇന്ത്യക്കാരെയും ബാധിച്ചുകൊണ്ടിരിക്കുന്നതെന്നാണ് കാണേണ്ടത്. ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ആളുകളുടെ വസ്ത്രധാരണവും അവരുടെ കളറും കണ്ടിട്ടാണ് ഇത്തരത്തിലുള്ള ആളുകളെ നമ്മൾ ബലമായിട്ട് പിടിച്ചുകൊണ്ട് പോകുന്നത്. ഇപ്പം ലാറ്റിനോസിനെ തന്നെ അവരുടെ മറ്റമേരിക്കക്കാരെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ കളറും ടോണൊക്കെ മാറ്റിയിട്ടാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് തന്നെ. അതായത് വസ്ത്രധാരണ രീതിയെന്നും പിന്നെ സ്കിന്നിന്റെ കളറെന്നൊക്കെ അവർ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെയാണ് കൊണ്ടുപോകുന്നത്. അതേപോലെ തന്നെ ഇനി ഇന്ത്യക്കാർക്ക് നേരെയും അത്തരത്തിലുള്ളൊരു ആക്രമണം വരുമോ എന്ന പേടിയും ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. കാരണം എല്ലാവരും ഓരോ പല സ്ഥലങ്ങളിലായിട്ട് ജീവിക്കുന്ന ആളുകളാണ്. അപ്പോൾ അവരിങ്ങനെ പുറത്തിറങ്ങുന്ന സമയം ഇത്തരത്തിലൊരു അക്രമം വന്നു കഴിഞ്ഞാൽ തന്നെ അതിനെ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യാൻ അല്ലെ അവർക്ക് വേണ്ടി വാദിക്കാൻ തന്നെ ആരും നിൽക്കത്തില്ലല്ലോ. അമേരിക്കയെ സംബന്ധിച്ച് ട്രംപ് എന്താണോ പറയുന്നത് അതാണല്ലോ അവിടുത്തെ റൂളായിട്ട് പറയുന്നത്. അപ്പോൾ ഇവരെ സംബന്ധിച്ച് സംസാരിക്കാൻ വേണ്ടി ഇവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ സംസാരിക്കാൻ ആരും ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ നമ്മൾ എന്താകും എന്നത് അവർക്കും അറിയില്ല. അങ്ങനെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. ഇതിൽ നിയമപരമായിട്ട് പോയ ആളുകളെ തന്നെ ഭീതിയുണ്ട്. കാരണം പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ, അവരെ സംബന്ധിച്ച് നിയമപരമായിട്ടുള്ള വിസയോട് കൂടിയിട്ട് പോയതായിരിക്കും. പക്ഷേ ഈ വിസ നിയമലംഘനങ്ങളും പല കാരണങ്ങളും പറഞ്ഞിട്ടുള്ള ഈ ഇത്തരത്തിലുള്ള അറ്റാക്ക് ഏത് നേരത്തും വരാം എന്ന ഭീതി എല്ലാവർക്കും ഉണ്ട്. ഇവരെ സ്വയം അവിടുന്ന് പോകാൻ പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് അവർ ചെയ്യുന്നത്. അത് നേരിട്ട് വന്ന് അവരെ ഏതെങ്കിലും തരത്തിൽ ഉപദ്രവിക്കുകയൊന്നുമല്ല ചെയ്യുന്നത്. മെയിലയക്കും, ഇവരുടെ വിസ റദ്ദായ ഇവരെ അറിയിക്കും, അതുപോലെ ഏജൻറ്റുമാർ റൂമിലേക്ക് വരും. ഈ തരത്തിലൊക്കെ ഉള്ളൊരു ഭീതിയുടെ അന്തരീക്ഷം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മറ്റു വിദ്യാർത്ഥികളുടെ ഇടയിലും സ്വാഭാവികമായിട്ട് അവരുടെ ഇടയിലും ഭീതി വളരുന്നു. അപ്പോൾ ഇത് അരക്ഷിതത്വം ആണ്. ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ ഇടയിൽ മൊത്തത്തിലൊരു അരക്ഷിതത്വം, നിയമപരമായിട്ട് പോയവരുടെ കാര്യം പറയുന്നത്, അവരുടെ ഉള്ളിൽ പോലും ഇത് ഒരു അരക്ഷിതത്വ ഭീതി സൃഷ്ടിക്കുകയാണ് ഇപ്പോഴത്തെ സ്ഥിതികൾ, ഇപ്പോഴത്തെ ഈ റെയ്ഡുകൾ ചെയ്യുന്നത്. അതേപോലെ നേരത്തെ സ്റ്റുഡൻസ് ഈ ഇത്തരത്തിലുള്ള സമരങ്ങളിൽ പങ്കെടുക്കുന്നതും അവർ സോഷ്യൽ മീഡിയ വഴി ഇവരെ സപ്പോർട്ട് ചെയ്യുന്നു എന്നറിയപ്പോഴും ഈ സ്റ്റുഡൻസിന് നേരെ ഇത്തരത്തിൽ അതിക്രമങ്ങൾ വരുന്നുണ്ട്. അതായത് ഇവരാരാണെന്ന് കണ്ടുപിടിച്ച് അവരുടെ കോളേജിൽ പോയി അവരുടെ കാര്യങ്ങളൊക്കെ അറിഞ്ഞ് പിന്നീട് അവരെ അറസ്റ്റ് ചെയ്യുകയും അവരെ തടങ്കലിലേക്ക് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു.
അതുപോലെ തന്നെ സിഖുകാർക്ക് നേരെ, ഇന്ത്യക്കാരായ സിഖുകാർക്ക് നേരെയും ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നമ്മൾ അഴിച്ചുവിട്ടത് കണ്ടായിരുന്നു. അന്നും ഇതൊരു വലിയ ഒരു പ്രൊട്ടസ്റ്റ് ആയിട്ടായിരുന്നു മുന്നോട്ട് കൊണ്ടുവരുന്നത്. പിന്നീട് രണ്ട് വിഭാഗവും തമ്മിൽ കോംപ്രമൈസായി അങ്ങനെ ഒരു മാറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ്. അത്തരത്തിലുള്ള ഒരു പ്രൊട്ടസ്റ്റിലേക്ക് പോവോ ഇനിയും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇന്ത്യക്കാർ അത്രയും പേടിയോടെയാണ് ഇപ്പോൾ അമേരിക്കയിൽ കഴിയുന്നത്. ഇനി ഇപ്പം ലാറ്റിനോസിന് നേരെ ആണെങ്കിൽ അടുത്തത് ഇന്ത്യക്കാരാണോ എന്നൊരു പേടി പോലും ഇവരെ അതിയായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം ഇപ്പം അവരുടെ ആവശ്യങ്ങൾക്ക് പുറത്ത് പോകാനോ അല്ലെങ്കിൽ ജോലിക്ക് പോകാനോ പോലും അവർക്ക് പേടിയാണെന്നാണ് അമേരിക്കയിൽ വരുന്ന മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്.